നമ്മുടെ കുടുംബത്തിലുണ്ടായൊരു സംഭവം പറയാം. ഒരു പെൺകുട്ടിക്ക് ഒരേ സമയത്ത് 2 വിവാഹാലോചനകൾ നടന്നു. ഒരാളെ അവൾ വിവാഹം കഴിച്ചു, മറ്റേയാള് ഒരു അപകടത്തിൽ മരിച്ചു പോവുകയും ചെയ്തു. ഈ വിവാഹം കഴിച്ച ആള് കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ച് എന്തോ ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളെ ഡിവോഴ്സ് ചെയ്തു. അങ്ങനെ ഡിവോഴ്സ് ചെയ്യപ്പെട്ട് സ്വന്തം വീട്ടിൽ വന്നിരുന്ന അവള് നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വലിയ സങ്കടത്തോടു കൂടി ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. അവള് പറഞ്ഞു, ആ മരിച്ച ആളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഒരു വിവാഹമോചിതയായി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് മരിച്ച ഒരാളുടെ വിധവയായി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് ആ പെൺകുട്ടി പറയണമെന്നുണ്ടെങ്കിൽ അത്രയും വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളെ അവൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത്രയും വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ കുടുംബക്കാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ അയൽക്കാരിൽ നിന്നോ അവൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. എന്താണ് വിവാഹമോചനം എന്ന് പറഞ്ഞാൽ? ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഡിവോഴ്സ് എന്നതൊരു നല്ല കാര്യമൊന്നുമല്ല. ഒന്നിച്ചു വന്ന 2 ആളുകൾ പിരിയുകയാണ്. എല്ലാം ഒത്തിണങ്ങി വന്നൊരു ബന്ധം ഇല്ലാതാവുകയാണ് ഡിവോഴ്സ്. ഒരു നല്ല കാര്യമല്ല. പക്ഷെ ഡിവോഴ്സ് എന്നൊരു കാര്യമുണ്ടല്ലോ, അതൊരു സൊല്യൂഷനാണ്, പരിഹാരമാണ്. ഡിവോഴ്സ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്താണെന്നറിയോ? തൊലാഖ് എന്ന വാക്കാണ്. തൊലാഖ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മോചനം എന്നാണ്, രക്ഷപ്പെടുക എന്നാണ്. എവിടെ നിന്നാണ് മോചനം വേണ്ടത്? ഒരു പ്രയാസത്തിൽ നിന്നാണ്, ഒരു കുടുക്കിൽ നിന്നാണ് മോചനം വേണ്ടത്. ആ വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്. ഒരുമിച്ച് പോകാൻ കഴിയില്ല എങ്കിൽ, ഒരു ചർച്ചയും വിജയിക്കുന്നില്ല എങ്കിൽ പിന്നെ അവിടെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഒന്നിച്ചു പോവുക എന്നൊരു ഒഴുക്ക് അവസാനിക്കുക എന്നുള്ളതാ. 2 ആളുകൾ 2 വഴിക്ക് പിന്നീട് ഒഴുകുക എന്നുള്ളതാ, പിരിയുക എന്നുള്ളതാ. അതാണ് ഡിവോഴ്സ്. പക്ഷെ സമൂഹം അതിനെ കാണുന്നത് ഒരു വലിയ കുറ്റകൃത്യമായിട്ടാണ്. ഡിവോഴ്സ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയെ ആണുങ്ങൾ അങ്ങനെയൊന്നും അല്ലാതെ കാണാറില്ല. പക്ഷെ വിവാഹമോചിതയായ ഒരു പെൺകുട്ടി ഒരു കുറ്റവാളി എന്നതുപോലെ, എന്തോ ഒരു വലിയ പാപം ചെയ്ത ഒരാളെ പോലെ അങ്ങനെയാണ് സമൂഹം കാണുക. അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ ചോദ്യങ്ങളൊക്കെ അയാളെ എത്ര വേദനിപ്പിക്കുമെന്ന് ഒരു ആലോചന ഉണ്ടാവില്ല. വിധവകളുടെ കാര്യം ഇങ്ങനെ തന്നെയല്ലേ? എത്രയോ ആളുകൾ സങ്കടം പറയാറുണ്ട്. ഭർത്താവിന്റെ മരണം ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ആഘാതം ഉണ്ടാവും. ആ ആഘാതത്തിൽ നിന്ന് മെല്ലെ രക്ഷപ്പെട്ട് വരികയാണ് അവര്. അപ്പോഴാണ് സമൂഹത്തിന്റെ ചോദ്യങ്ങൾ. ഒരു ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ, ഒരു കാർ ഓടിച്ചു പോകുമ്പോൾ, നല്ലൊരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാലൊക്കെ ചോദ്യങ്ങളാണ്. അതൊരു മോശം കാര്യമായിട്ടാണ് കാണുക. ഭർത്താവ് മരിച്ചൊരു പെണ്ണ് എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു വിധത്തിൽ അതിജീവിക്കാൻ തുടങ്ങുന്ന അവരെ, മെല്ലെ മെല്ലെ പിടിച്ചു കയറാൻ തുടങ്ങുന്നവരുടെ ആത്മവിശ്വാസത്തെ മുഴുവനും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ അവരെ എത്ര വേദനിപ്പിക്കുമെന്ന് ആലോചിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ, അതുപോലും ആളുകൾ ഉപയോഗിക്കില്ല.